അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും പോകുന്നത് നേരെ കൊച്ചിയിലേക്കാണ്. കൊച്ചിയിലെ അപകട മേഖലകൾ നിരവധിയുണ്ട്. അതിലൊന്ന് മറ്റൊന്നുകൂടി നമുക്ക് കാണാം. സീപോർട്ട് എയർപോർട്ട് റോഡാണ് ഈ മേഖല. അശാസ്ത്രീയമായ റോഡ് ഘടനയും അമിത വേഗവും കാരണം ചെറുതും വലുതുമായ നിരവധി വാഹനാപകടങ്ങളാണ് കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡിലുണ്ടായിട്ടുള്ളത്. ഇതിൽ 16 പേരുടെ ജീവനും നഷ്ടപ്പെട്ടു. മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി സീപോർട്ട് റോഡിൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ പദ്ധതികളൊന്നും എങ്ങും എത്തിയിട്ടില്ല. റോഡിലെ പൂജാരി വളവ് എന്നറിയപ്പെടുന്ന മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്നത്. കേരളത്തിൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എറണാകുളം ജില്ലയിൽ അത് താരതമ്യേന പലപ്പോഴും പല മേഖലയിലും അത് കൂടുതലായിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ചില അശാസ്ത്രീയതകളാണ്. റോഡ് നിർമ്മാണം, ഇതിൽ ചില സ്ഥലത്ത് സംഭവിക്കുന്ന യൂ ടേണുകൾ ചിലത് അശാസ്ത്രീയമായി പോകുന്നു എന്നെല്ലാം പരാതികളുണ്ട്. അതോളം ചില വളവുകൾ അവിടേക്ക് എത്തുമ്പോൾ വാഹനത്തിന് ഗ്രിപ്പ് നഷ്ടപ്പെടുന്നു എന്നെല്ലാം തന്നെ പരാതികളെല്ലാം തന്നെ പലപ്പോഴും ഉയരാറുണ്ട്. അപകടങ്ങൾക്ക് കാരണമായ ഒരു പരിധിവരെ അത് ചൂണ്ടിക്കാണിക്കാറുമുണ്ട്. വാഹനത്തിന്റെ അമിത വേഗവും എല്ലാത്തിനൊപ്പം ഇത് കൂടുമ്പോൾ അപകടത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയും. നമ്മളുള്ളത് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ ഒന്നാം ഘട്ടം, അത് 2 ഘട്ടങ്ങളായിട്ട് വരുന്ന ഒന്നാം ഘട്ടമാണ് പൂർത്തിയായത്. കാലങ്ങൾക്ക് മുമ്പ് പൂർത്തിയായതാണ്. ഈ ഭാഗത്ത് ഇതിനെ കൈപ്പടമുകൾ എന്ന് പറയുന്നു. അത് കളമശ്ശേരിയിൽ നിന്ന് തുടങ്ങുന്ന ആ ഭാഗത്താണ് വരുന്നത് കൈപ്പടമുകൾ. ഇതിന് കൈപ്പടമുകൾ എന്ന് പറയുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് ആളുകൾക്ക് പരിചിതമാകുന്നത് പൂജാരി വളവ് എന്നെല്ലാം പറയുന്നതാണ്. ഈ റോഡ് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ശ്രദ്ധിച്ച് പോകേണ്ട ഒരിടം എന്ന് അടയാളപ്പെടുത്തിയത് ഇവിടെ നാളുകൾക്കും വർഷങ്ങൾക്ക് മുൻപ് ഒരാൾ അപകടത്തിൽപ്പെടുകയും സമീപത്തെ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. അദ്ദേഹം അപകടത്തിൽപ്പെടുകയും ഇവിടെ വെച്ച് മരണമടയുകയെല്ലാം തന്നെ ചെയ്തു ഈ അപകടത്തിൽപ്പെട്ട്. ഇതിനുശേഷമാണിത് പൂജാരി വളവ് എന്ന രീതിയിലേക്ക് വന്നത് ഈ അപകടത്തെ തുടർന്ന്. അതിനുശേഷം നിരവധിയായ അപകടങ്ങൾ, ഒട്ടനവധി അപകടങ്ങൾ ഇവിടെയുണ്ട്. അതിന് പ്രധാന കാരണം നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഈ ഭാഗത്തേക്ക് വളഞ്ഞു വരുന്ന ആ ഭാഗം, അത് അവിടേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ വേഗതയിലൂടെ വാഹനങ്ങൾ കടന്നു വരുന്നു. ഒപ്പം ആ ഭാഗത്തൊരു യൂ ടേൺ ഉണ്ട്. അത് പലപ്പോഴും ഇവിടെ നിന്ന് വാഹനങ്ങൾ വളയുമ്പോൾ അത് അപകടത്തിൽപ്പെടാൻ, അവിടെ നിന്ന് വേഗതയിൽ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനടക്കമെല്ലാം അത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. നിരവധിയായ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പരിസരത്തുള്ളവർ തന്നെയാണ് അതിലേക്ക് രക്ഷാപ്രവർത്തനവുമായിട്ട് തന്നെ എത്തുന്നത്. വലിയൊരു അപകട മേഖലയായിരുന്നു. നേരത്തെ ഭയങ്കര അപകട മേഖലയായിരുന്നു. ഇപ്പൊ ഈ വളവൊക്കെ നിർത്തി കുറച്ച് ഇതൊക്കെ ആയത് കാരണം കുറച്ച് അപകടമൊക്കെ കുറവുണ്ട്. പിന്നെ എന്നാലും ഇടയ്ക്ക് അപകടമുണ്ട്. ഇപ്പൊ അവിടുത്തെ യൂ ടേൺ അവിടുന്ന് വന്ന വാഹനങ്ങൾ അവിടെ തിരിഞ്ഞ് വലിയ വലിയ വാഹനങ്ങളൊക്കെ തിരിയണ ഭയങ്കര അപകടം മിക്കപ്പോഴും നടക്കാറുണ്ട്. യൂ ടേണിന്റെ പ്രശ്നമുണ്ട്. അത് അടക്കാൻ വേണ്ടി ഇവിടെ അതിനുള്ള ഇത് സജ്ജീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നടന്നില്ല. രാത്രി കാലത്താണോ അതോ പകലും? രാത്രി കാലത്തും അപകടം. ഇപ്പൊ ഈ അടുത്ത ദിവസം ഇപ്പൊ തന്നെ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ അവിടുന്ന് വണ്ടി ഉറങ്ങിപ്പോയി 4 ചെറുപ്പക്കാർ വന്ന് ഇതൊക്കെ ഇടിച്ച് തകർത്ത് ഇത് കയറിയ. ഇപ്പൊ നമ്മൾ അപകടവും ഒന്നും നടന്ന ആർക്കൊന്നും പറ്റിയില്ല. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാണ്. ഇപ്പൊ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും അപകടങ്ങൾ ധാരാളം ഉണ്ട്. പലപ്പോഴും പരിസരത്തുള്ളവരൊക്കെ തന്നെയാണ് യൂണിയൻ, ഇവിടുത്തെ എല്ലോട് യൂണിയൻകാരും ഞങ്ങൾ ഇങ്ങനെ എല്ലാ ആൾക്കാരും സാധാരണ ഇതിൽ ഇടപെടാറ്. നാട്ടുകാർ ആണ് എപ്പോഴും വന്ന് ഇടപെടാറ്. എന്ന് പറഞ്ഞാൽ മീഡിയം ഉണ്ടായില്ല അന്ന് ഇവിടെ അമ്പുണ്ടായി. 1 സൈഡ്, അവിടെ സൈഡിലൊക്കെ ഇവിടെ ഒരു അമ്പ്. കാറൊക്കെ അമ്പ് മാറ്റി വരും. ഇപ്പൊ റോം തന്നെ വണ്ടി ഇടിയാറുണ്ട്. എന്ന് പറഞ്ഞാൽ കണ്ടാലും നീണ്ടുപോയി. ഇത് അടുപ്പിച്ച് വരണ്ടേ. ഇത് അവിടുന്ന് കയറും ഇവിടുന്നും കയറും. ഇവിടുന്ന് വണ്ടി പിടിവിട്ട് വരല്ലേ. അത് ഇവിടുത്തെ തിരക്കിന്ന് ഇങ്ങോട്ട് കയറുമ്പോ ആൾക്കാർക്ക് ഫ്രീ റോഡ് കാണുമ്പോ ഇത്തിരി സ്പീഡ് കൂടിയും ചെയ്യും. ഇവിടെയും ചെയ്യും. പെട്ടെന്ന് കടക്കണമെന്നുള്ള ഇതിലൂടെയാണ് വന്നെ. അവിടുന്ന് തന്നെ വണ്ടി നോക്കൂല, പെട്ടെന്ന് കടന്നു പോകണമല്ലോ. ആ സ്പീഡിലാണ് വണ്ടി വന്നെ. പലപ്പോഴും ഓടിയെത്തി ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തിലേക്ക് ഇഷ്ടംമാതിരി പ്രാവശ്യം ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിംഗ് ഭയങ്കരമാണ്. അങ്ങനെയും ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ട്. പൂജാരിയാണ് ഇവിടുന്ന് മരണപ്പെടുന്നത്. മുതലാണ് പൂജാരി ഉള്ള വളവ് നമുക്ക് വന്നത്. ഇത്രയും ഉണ്ടായില്ല. ചെറിയ വളവ് വീതി കൂട്ടിയതാണ്. ഇപ്പൊ വളവ് പറഞ്ഞു
ആ വണ്ടി കിടക്കണുണ്ട് അതൊക്കെ ഭയങ്കര അത് ഭയങ്കര അപകടമാണ്. ആ പമ്പിൽ നിന്ന് കയറി വരുമ്പോൾ വണ്ടി വരും, പിന്നെ അവിടുന്ന് റോഡ് വന്നുണ്ട്. ഇപ്പൊ ഈ അടുത്തിടെ യൂട്ടേൺ തിരിക്കാൻ വേണ്ടിയാണ് ആ ട്രമ്മ ഉണ്ടെന്ന് വെച്ചേക്കണേ. വെച്ചേ അസിസ്റ്റന്റ് കമ്മീഷണർ വന്ന് നോക്കി. അപ്പൊ പുള്ളി അവിടെ യൂട്ടേൺ ആക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെയും കൂടി ആക്കണമെന്നുള്ള ഇതിലാ വന്ന് ഇതുവരെയായിട്ടും പിന്നെ വന്നിട്ടില്ല. ട്രമ്മൊക്കെ അവിടെ കൊണ്ടൊന്ന് വെച്ചിട്ടുള്ളൂ. തീരുമാനമൊന്നും ആയിട്ടില്ല. അവര് വെച്ചോണ്ട് പോയിട്ടുണ്ട്, തീരുമാനമൊന്നും ആയിട്ടില്ല. അതെ, അദ്ദേഹം പറഞ്ഞതുപോലെ വേഗത ഒരു വലിയ കാരണം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതേപോലുള്ള റോഡുകളിലേക്ക് കൊച്ചി നഗരത്തിലേക്ക് വരികയാണ്. നമുക്കറിയാം എല്ലാ റോഡുകളിലും തന്നെ വാഹന പെരുപ്പം അത് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതേപോലുള്ള പുതിയ റോഡുകളിലേക്ക് വരുമ്പോൾ വളരെ പെട്ടെന്ന്, കാരണം ഇത് കളമശ്ശേരി ഭാഗത്തു നിന്ന് വളരെ എളുപ്പത്തിൽ തൃപ്പൂണിത്തുറ വരെ പോകും. സാധാരണഗതിയിൽ നേരത്തെ പോകുമ്പോൾ അതിലെ ചുറ്റി വളഞ്ഞു പോകുന്ന കിലോമീറ്ററുകളുടെ നഷ്ടം, ഇന്ധന നഷ്ടം, സമയം ഇതെല്ലാം തന്നെ അതിൽ വരും. പക്ഷേ ഈ റോഡ് വന്നതോടെ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി വളരെ പെട്ടെന്ന് തൃപ്പൂണിത്തുറയിലേക്കെല്ലാം പോകുന്ന ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷെ അവിടെ നഷ്ടപ്പെടുന്നത് ജാഗ്രതയാണ്. അത് ഒപ്പം തന്നെ കുറച്ച് ശാസ്ത്രീയമായ സമീപനം റോഡുകളുടെ ഈ യൂട്ടേൺ അടക്കമുള്ള കാര്യങ്ങൾ സജ്ജീകരിക്കുന്നതിൽ വേണ്ടതുണ്ട്. സിഗ്നൽ സംവിധാനങ്ങൾ അതിനനുസരിച്ച് മാറേണ്ടതുണ്ട്. നിരീക്ഷണങ്ങൾ എല്ലായിടത്തും ഉറപ്പിക്കേണ്ടതുണ്ട്. അല്ലായെങ്കിൽ ഇതേപോലുള്ള ഈ പേരുകൾ, പൂജാരി വളവ്, ഒരു പേടിപ്പെടുത്തുന്ന ഒരു പേര് തന്നെയാണ് ആളുകൾക്കെതിരെ ഈ പരിസരത്തുള്ളത്. കാരണം നിരവധിയായ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒട്ടനവധി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആശുപത്രി വാസങ്ങളായിട്ട് കഴിഞ്ഞു പോകുന്നവരുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അത്തരം അപകട മേഖലകൾ ഇല്ലാതാക്കേണ്ടതുണ്ട്. പൂർണ്ണമായും നിരീക്ഷണത്തിലേക്ക് അതെല്ലാം തന്നെ മാറേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഒരു സുരക്ഷിതമായ ഒരു യാത്ര എന്നതിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലായെങ്കിൽ ഇത്തരം ഈ ബ്ലാക്ക് സ്പോട്ടുകൾ എന്നെല്ലാം പറയുന്ന മേഖലകൾ അത് നമ്മുടെ റോഡുകളിൽ പലയിടത്തുമുണ്ട്. കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് അവിടെ പരിഹാരങ്ങളിലേക്ക് എത്താനായിട്ട് കഴിയേണ്ടതുണ്ട്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18 കൊച്ചി. അതാണ് കൊച്ചി നഗരമേഖലയുടെ ഒരവസ്ഥ.